ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈപ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1.25 മീറ്റർ തുണി കൊണ്ട് ഒരു അടിപൊളി ടോപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതൊരു പിൻടക്ക് ടോപ്പാണ്. അതുപോലെ തന്നെ ഇത് ലെങ്ത് കുറഞ്ഞ ടോപ്പ് കൂടിയാണ് കേട്ടോ. ഒത്തിരി ലെങ്ത് വരില്ല, നമുക്ക് ഷോർട്ട് ടോപ്പ് പോലെയാണ് യൂസ് ചെയ്യുന്നത് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വന്നിട്ട് ഒരു 30 to 32 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.25 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഷർട്ടൊക്കെ തയ്ക്കുന്ന തരത്തിലുള്ള അല്പം കട്ടിയൊക്കെയുള്ള നല്ല ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 1.25 മീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. വിഡ്ത്ത് 34 ഇഞ്ചോളമാണ് വരുന്നത്. ഷർട്ട് പീസ് ആയതുകൊണ്ട് അധികം വിഡ്ത്ത് വരില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടോ. 17 ഇഞ്ചാണ് ഇത്, രണ്ടായിട്ട് വീതി ഭാഗം കൊണ്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ 34 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വെക്കാനായിട്ട് ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 1/2 മീറ്റർ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്ത് വേണ്ട, നെക്കിൻ്റെ പോർഷനൊക്കെ പൈപ്പിംഗ് വെച്ച് ചെയ്താൽ മതി എന്നുള്ളവർക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ ആവശ്യം വരുന്നില്ല, കട്ടിയുള്ള തുണിയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ക്ലോത്തിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഇങ്ങനെ രണ്ടായിട്ട് വീതി ഭാഗം കൊണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഒരു പീസ് വന്നിട്ട് 17 ഇഞ്ച് വീതിയിൽ വരുന്ന പോലെയാണ് ഞാനിത് മടക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ? ഇതേ ക്ലോത്ത് ഇങ്ങനെ ഫുൾ വീതി ഇങ്ങനെയാണ്, ആ വീതി ഭാഗം കൊണ്ട് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഒരു 15 ഇഞ്ച് ലെങ്ത്തിൽ, ഇത് നമ്മുടെ ടോപ്പ് പോർഷന് വേണ്ടിയിട്ടാണ്, 15 ഇഞ്ച് ലെങ്തിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് കഴിയുമ്പോൾ 14 ഇഞ്ച് ലെങ്ത് കിട്ടും. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് വേസ്റ്റ് പോർഷൻ വരെയുള്ള ലെങ്താണ്. അപ്പോൾ ഈ 15 ഇഞ്ചിൽ നമുക്കിത് ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നും 15 ഇഞ്ച് ഞാനിവിടെ കണ്ടോ, 15 ഇഞ്ച് ലെങ്തിൽ ഈ ഒരു ക്ലോത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലോത്ത് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ നമുക്കിത് വിടർത്തിയിടാം. വിടർത്തിയിടുമ്പോൾ ഇങ്ങനെ ഇത്രയും വിഡ്ത്ത് കിട്ടും. 34 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ. ഈ സെൻറ്റർ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും 2 സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളിതേ കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് 2 സൈഡിലേക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതേ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിങ്ങിൽ നിന്നും മുകളിലും അതുപോലെ തന്നെ അതേ സെയിം പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ നിന്നും നമുക്കൊരു 1/2 ഇഞ്ച് വീതം ഇങ്ങനെയൊന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തു പോകാം. ഈ സൈഡിലേക്കും മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറു സൈഡിലേക്കും മാർക്ക് ചെയ്യുക. ഇത് ഫുൾ വിഡ്ത്തിൽ നമുക്ക് ഈ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ 2 സൈഡും 1 ഇഞ്ച് വീതവും, ബാക്കിയെല്ലാം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു 3 ഇഞ്ച് വരെ 3 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെയും ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഡോട്ട് ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണം. അതിന് എളുപ്പത്തിനാണ് ഈ 3 സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെ വര വളഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഇത്രയും സ്ഥലത്ത് നമ്മൾ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് മാർക്കിംഗ് കൊടുത്തിട്ട് വേണമെങ്കിലും വരയ്ക്കാം, പക്ഷേ അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊക്കെ പോയിട്ട് തുണിക്ക് വ്യത്യാസം വരും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് നീളത്തിൽ വരച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. അതിനുശേഷം ഫസ്റ്റ് ലൈൻ വിട്ടിട്ട് 2ഉം 3ഉം ലൈൻ ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഓക്കെ, ഈ ലൈനിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. കൃത്യം ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ 2 ലൈൻ തമ്മിൽ പിടിക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പാണ്, ഇത്രയും ക്ലോത്താണ് ഇങ്ങനെ വരുന്നത്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ, ഈ ലൈനും തമ്മിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ലൈൻ വീതം ഇങ്ങനെ പിടിച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്തത് ഈ 2 ലൈൻസ് തമ്മിൽ ഇങ്ങനെ പിടിച്ച്, അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നില്ല. നെക്സ്റ്റ് തയ്യൽ ഉടനെ തന്നെ ഇങ്ങനെ വെച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അതുപോലെ തന്നെ തുണിയുടെ നല്ല വശത്തായിരിക്കണം നമ്മൾ ഈ ടക്ക് കൊടുക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. മോശം സൈഡിലല്ല ഞാൻ ഈ വരച്ചിരിക്കുന്നത്, നല്ല സൈഡിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. പുറമേ കാണുന്ന സൈഡിൽ അവിടെ തന്നെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത്. ഇനിയും ഇങ്ങനെ ഒരു സ്റ്റിച്ച് കഴിഞ്ഞു, കണ്ടോ. ഇനിയും അതിനുശേഷം അടുത്ത സ്റ്റിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എത്രയായിരിക്കും വേണ്ടതെന്ന് അറിയാമായിരിക്കണം. നമുക്ക് വേണ്ടത് ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് 30-32 അളവിലാണെങ്കിൽ എനിക്ക് വേണ്ടത് 16 ഇഞ്ചാണ് വേണ്ടത്. അതായത് ഈ ഫുൾ ക്ലോത്ത് 16 ഇഞ്ചാണ് വരേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ സീം അലവൻസ് 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം
ഇട്ടിട്ട് 18 ഇഞ്ച് 1-1.5 ഇഞ്ച് നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് 18 ഇഞ്ച് വരത്തക്ക രീതിയിൽ വേണം ഇത് തയ്ച്ചെടുക്കാൻ. അപ്പം നിങ്ങളിങ്ങനെ കുറേ അങ്ങ് അറ്റം വരെയും തയ്ച്ചു പോകണ്ട, ആ ഒരു ലെവലിൽ വരുന്നത് എത്രയാണോ എന്ന് നോക്കിയിട്ട്. ഇപ്പം നമ്മൾ ഈ ഒരു സൈഡാണ് തയ്ക്കുന്നത്, അപ്പോൾ ഈ ഒരു സൈഡിൽ 18 ഇഞ്ചാണ് നമുക്ക് ഫുൾ ഫ്രണ്ടിൻ്റെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് വന്നിട്ട് 9 ഇഞ്ചായിരിക്കണം വരേണ്ടത്. അതൊന്ന് ഇങ്ങനെ നിങ്ങൾ തയ്ച്ച് പോകുമ്പോൾ കുറേ ഒരു 5-8 എണ്ണം ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കോളുക കേട്ടോ. അപ്പോൾ ഈ ലൈനിൻ്റെ ഇതേ പാരലായിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ആ മറുഭാഗത്ത് വരച്ച ലൈനും വരേണ്ടത്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ തുണിയുടെ വീതി അനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വരുന്നത് വരെ ശ്രദ്ധിച്ചോളുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടു, ഇപ്പോൾ നമുക്ക് കൃത്യം 17 ഇഞ്ച് വീതിയാണ് വന്നിരിക്കുന്നത്. 17 ഇഞ്ച് വന്നപ്പോഴാണ് ഞാനിത് വീണ്ടും ടക്ക് കൊടുത്തില്ല, കൃത്യം 17 ഇഞ്ച് വീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ട വീതി എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്, എനിക്ക് വേണ്ടത് 15 ഇഞ്ചാണ്. 30 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത്. അപ്പോൾ 2 ഇഞ്ച് 2 സൈഡിലും ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് വീതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കപ്പോൾ ഫ്രണ്ട് പീസിൽ ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിൽ മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 15.5 ഇഞ്ച് വരുന്നുണ്ട്. 15 ഇഞ്ച് മതി നമുക്ക് കേട്ടോ. അതുപോലെ തന്നെ വിഡ്ത്ത് 17 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ആ മെഷർമെൻറ്റിലുള്ള 2 ക്ലോത്ത്, ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള 2 ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോത്തിനെ നമ്മളിങ്ങനെ കൃത്യം പകുതിയായിട്ട് ഇങ്ങനെ മടക്കുന്നു. ഇത് ഇതേ കണ്ടോ, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗമാണ്, 4 പീസായിട്ട് വരുന്ന ഭാഗമാണ്. ഇത് ക്ലോസ്ഡ് പോർഷൻ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത്. ആദ്യം നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നു. നെക്കിൻ്റെ ലെങ്ത് ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് എടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2.25 ഇഞ്ച് വന്നോളും. അതുപോലെ തന്നെ ഷോൾഡർ വന്നിട്ട് 6.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഓക്കെ, ഇനിയും ഷോൾഡറിൽ നിന്നും താഴേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ 6.25 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോളിൻ്റെ ഈ ഭാഗം നമുക്കൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം. ഇനിയും ഇവിടെ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 30 ഇഞ്ചാണ് വരുന്നത്. അപ്പം 30 / 4 7.5 ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട മെഷർമെൻറ്റ്. ഇവിടെ 8.5 ഇത്രയും ഭാഗം ഞാനിവിടെ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നു. ഇനിയും കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ 5.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് 1/2 ഇഞ്ച് പോകും. അപ്പോൾ ഒരു 4.25 ഇഞ്ചൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. നെക്കിൻ്റെ പോർഷനും ഞാനിവിടെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് ഇറക്കം കുറച്ച് മതി എന്നുള്ളവർ അതനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ബാക്ക് നെക്ക് ഒരു 4.5 ഇഞ്ചും കൊടുക്കുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് 4 ഇഞ്ചേ കിട്ടുകയുള്ളൂ. ഇനിയും കഴുത്തിന് ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരച്ചെടുക്കാം. നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് വരേണ്ടത് ഇവിടെ അതുപോലെ തന്നെ ഒരു ചെറിയ ഷോൾഡർ സ്ലോപ്പ് കൂടി കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് താഴ്ത്തി നെക്കിൽ നിന്നും ഇങ്ങോട്ടേക്ക്, നെക്കിൻ്റെ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ചെറിയ ഒരു ഷോൾഡർ സ്ലോപ്പ് കൂടി കൊടുക്കുന്നു. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ തയ്യൽ തുമ്പ് അടക്കമാണ് 15 ഇഞ്ച് വേണം എന്ന് പറയുന്നത്. അതായത് 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴത്തെ തയ്യൽ തുമ്പും കൂട്ടി. അപ്പോൾ ആ 15 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ച് നമ്മുടെ താഴത്തെ തയ്യൽ തുമ്പ് മുകളിലേക്കാക്കി 14.5 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെയും ഞാൻ 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ കൈയുടെ ഭാഗത്ത് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. അതുപോലെ തന്നെ കഴുത്തിൻ്റെ പോർഷനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്വയർ മതിയെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുക, റൗണ്ട് ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഈ ചെസ്റ്റ് മെഷർമെൻറ്റും ഈ വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പം നമ്മൾ സെയിം മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് വരുന്നത്. എന്നാലും നിങ്ങളൊന്ന് കർവ് ചെയ്ത് തന്നെ വരയ്ക്കുക. ഇതിൻ്റെ മിഡിൽ പോർഷൻ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് വരയ്ക്കുക, എന്നാലേ നല്ല ഷേപ്പിൽ കിടക്കുകയുള്ളൂ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് 1.5 ഇഞ്ച് മുകളിലേക്കാക്കി വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കർവ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പും ആം ഹോൾ കർവും ഈ ഭാഗവും ഇങ്ങനെയും ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നെക്കിൻ്റെ പോർഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യുക, കാരണം ലെങ്ത് വ്യത്യാസമുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമ്മളിത് ഇവിടെ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രണ്ട് പീസ്
ഓക്കെ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ നന്നായിട്ടിരുന്നോളും കേട്ടോ. ഇപ്പം ഞാൻ അയൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇതിൻ്റെ മീതേക്ക് നല്ല ഭാഗത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്ത് ഇതേ ഇങ്ങനെ വെച്ച് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ കഴുത്തിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, ഇവിടെ തന്നെ അല്ലെങ്കിൽ തന്നെ നല്ല ഈ പിൻടക്ക് വന്നതുകൊണ്ട് നല്ല തിക്നെസ് ഉണ്ട്, അതുകൊണ്ട് സെപ്പറേറ്റ് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. ഇങ്ങനെ തന്നെ റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ബാക്ക് പീസിൽ നമുക്ക് വേറെ കട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് പീസിനുള്ള ക്ലോത്ത് ഇത് ഈ ലൈനിങ്ങിൻ്റെ അതേ മെഷർമെൻറ്റിൽ ബാക്ക് പീസിനുള്ള ഒരു ക്ലോത്ത് കൂടി നമ്മൾ മുറിച്ചെടുക്കുക. നമുക്കിവിടെ തുണി 1.25 മീറ്ററേ ഉള്ളൂ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മുറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ ഇത്രയും മുറിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഭാഗമാണ് താഴത്തേക്ക് വരുന്നത്. ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ച്ചിരിക്കുന്നത്. ഇതിന് നേരെ റിവേഴ്സ് ചെയ്യുക. നമ്മളിത് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ റിവേഴ്സ് ചെയ്ത് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നല്ല സൈഡ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഡോട്ട് കാണുന്നത് നമ്മളൊന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് പൊയ്ക്കോളും കേട്ടോ, നമ്മുടെ ചോക്കിൻ്റെ പാടൊക്കെ. ഇതേപോലെ തന്നെ ബാക്ക് പീസും റിവേഴ്സ് ചെയ്തെടുക്കുക. ബാക്ക് പീസും ഇതുപോലെ നമ്മൾ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മറന്നു പോയതാണ്, കൈയുടെ പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനിയും കട്ട് ചെയ്താലും മതി കേട്ടോ. ഈ ഭാഗവും കൂടി കട്ട് ചെയ്യുക, 2 പീസിൻ്റെയും. നമ്മൾ സ്ലീവിൻ്റെ പോർഷനും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് വേണം എന്നുള്ളവരാണെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പിങ്ങോ ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കുക. സ്ലീവ് കട്ടിങ്ങിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ സ്ലീവ് കട്ടിങ് കാണിക്കുന്നില്ല. സംശയമുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഞാനിതിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സ്ലീവും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ബാലൻസ് ക്ലോത്തിൽ നിന്നും ഇങ്ങനെയാണ് ഞാൻ ഇറക്കം എടുക്കുന്നത്. തിരിച്ചിറക്കം എടുക്കുമ്പോൾ എനിക്ക് ആവശ്യമായ ലെങ്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ വീതി ഭാഗം കൊണ്ട് ഉള്ള ഇറക്കമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഇത് 2ആയിട്ട് ക്ലോത്ത് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത് 17 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. 34 ഇഞ്ച് വീതിയുള്ള തുണിയായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അലവൻസ് താഴെ മടക്കി തയ്ക്കാനും മുകളിലത്തെയൊക്കെ പോയിട്ട് നമുക്കൊരു 15.5 ഇഞ്ചോളം ലെങ്ത് കിട്ടും. അതുപോലെ ഈ ടോപ്പിന് വന്നിട്ടും 14 ഇഞ്ച് ലെങ്ത് കിട്ടും. അപ്പോൾ ഏകദേശം 30 ഇഞ്ച് ലെങ്താണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൻ്റെ വീതി 26 ഇഞ്ചോളം വീതി വരുന്നുണ്ട് നമുക്ക് തയ്ക്കാനായിട്ട്. നമ്മളിതിങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് ഈ ഫ്രണ്ട് പോർഷനാണിത്, ഇതിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഒരല്പം ഫ്രീ ആയിട്ട് വിട്ടിട്ട് സൈഡിലാണ് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അധികം പ്ലീറ്റ്സ് നമുക്ക് കിട്ടില്ല, തുണിക്ക് 27 ഇഞ്ചോളം വീതിയേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും ഇങ്ങനെ 2ഓ 3ഓ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഞാൻ ബാക്ക് പീസിലും അറ്റാച്ച് ചെയ്തെടുക്കുന്നു. സ്കേർട്ടിൻ്റെ പോർഷൻ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ 2 സൈഡിലും മാത്രമാണ്, ഈ പിൻടെക്സ് വരുന്നിടത്ത് മാത്രമാണ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു ബോക്സ് പ്ലീറ്റ് പോലെ കൊടുത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഭാഗം തൊട്ട്, സ്ലീവ് ഇല്ലെങ്കിൽ ഈ ആം ഹോളിൻ്റെ ഈ പോർഷൻ തൊട്ട് ഇവിടെ തൊട്ട് ഇങ്ങനെ താഴെ വരെയും കൂട്ടി തയ്ക്കുക. ഇതേപോലെ തന്നെ മറു സൈഡിലും കൂട്ടി തയ്ക്കുക. നമ്മളിവിടെ ടോപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്തായിട്ട് 2 ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ മടക്കി തയ്ച്ചു. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ടോപ്പാണിത്. ലെഗിൻസിൻ്റെയും ജീൻസിൻ്റെയും ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താഴെ വേണം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലേസൊക്കെ പിടിപ്പിക്കാം കേട്ടോ, അതൊക്കെ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് വീതിയുള്ള ലേസൊക്കെ കൊടുത്താലും നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.